ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് പഴം പായസമാണ്. പായസത്തിനായിട്ട് ഞാൻ എടുത്തേക്കുന്നത് ഏത്തൻകായാണ്, ഏത്തപ്പഴം. നിങ്ങളുടെ നാട്ടിൽ എന്ത് പറയുമെന്ന് അറിയത്തില്ല, ഇവിടെ ഏത്തൻ പഴം എന്നാണ് പറയുന്നത്. അപ്പോൾ അത് നല്ല പഴുത്തതാണ് എടുക്കേണ്ടത്. അത്യാവശ്യം നല്ല രീതിയിൽ പഴുത്തേക്കണം, ചെറിയ രീതിയിൽ പറ്റില്ല, നല്ല രീതിയിൽ പഴുത്ത പഴമാണ് എടുക്കേണ്ടത്. അത് നമുക്ക് ഞാനൊരു 3 ഒരു മീഡിയം സൈസിലുള്ളതാണ് എടുത്തേക്കുന്നത്. അതിൽ തന്നെ നമുക്ക് ഏകദേശം ഒരു 6-7 പേർക്കുള്ള ഒരു അളവ് കിട്ടും. അപ്പോൾ അത് കണക്കാക്കി എടുത്താൽ മതി. ഞാൻ 3 എണ്ണമാണ് എടുത്തത്. എന്നിട്ട് അത് നല്ലതായിട്ട് മിക്സിയിൽ അടിച്ച് നല്ല രീതിയിൽ അടിച്ചെടുക്കണം. കഷ്ണമൊന്നും പാടില്ല, കഷ്ണം ഉണ്ടെങ്കിൽ നമുക്ക് ചവയ്ക്കും. അതിഷ്ടമുള്ളവർക്കാണെങ്കിൽ അങ്ങനെ എടുക്കാം. ഞാൻ നല്ല രീതിയിൽ അടിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു പാത്രത്തിലേക്ക് ഈ അടിച്ചെടുത്ത ഈ പഴം ഒഴിച്ച് നന്നായിട്ട് ഇളക്കുക. നമ്മൾ നല്ല രീതിയിൽ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടിയിൽ പിടിക്കും. തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് നല്ല രീതിയിൽ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അങ്ങനെ നമ്മൾ കൈയെടുക്കാണ്ട് ഇളക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ അടിയിൽ പിടിക്കും. ഈ പഴത്തിലുള്ള വെള്ളത്തിൻ്റെ അംശം നന്നായിട്ട് പോകുന്നത് വരെയും നമ്മൾ ഇളക്കി കൊടുക്കണം. ഏകദേശം ഒരു 10-15 മിനിറ്റ് വരെയും നമുക്ക് കൈയെടുക്കാതെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. അതിനുശേഷം നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കണം. നെയ്യ് ആവശ്യത്തിന് ഒരു 2 സ്പൂണെങ്കിലും ചേർക്കണം, 2-2.5 ചേർക്കണം. എന്നാലേ അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. കൂടി പോകണ്ട, കാരണം പഴം ആയതുകൊണ്ട് നമുക്ക് അധികം ചേർത്ത് കഴിഞ്ഞാൽ പറ്റില്ല. അതുകൊണ്ട് ആവശ്യത്തിന് മാത്രം ഒരു 2-2.5 സ്പൂണ് നെയ്യാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ചേർത്ത് ഒന്നുകൂടി നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ച ശർക്കരയുടെ പാനി, ഉരുക്കി വെച്ച ശർക്കരയുടെ പാനി ഒഴിച്ചു കൊടുക്കണം. ഞാനിതിൽ ഏകദേശം ഒരു മീഡിയം സൈസ് കട്ടയുടെ ശർക്കര ഉരുക്കിയെടുത്ത പാനിയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ഞാൻ മൊത്തവും എടുക്കുന്നില്ല, കാരണം നമ്മുടെ ടേസ്റ്റ് മധുരവും നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് ചേർത്താൽ മതി. ഞാൻ ഏകദേശം ഒരു 3/4 ഭാഗം ചേർത്തു. അത് അരിച്ചൊഴിച്ച് വേണം ചേർക്കാനായിട്ട്, അല്ലെങ്കിൽ ഈ ശർക്കരയിൽ എന്തെങ്കിലും കല്ലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കത് കടിക്കും. അത് പിന്നീട് അത് നമുക്ക് കുടിക്കുമ്പോൾ അത് ചവയ്ക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അതൊന്ന് അരിച്ചെടുത്തിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. അതിനുശേഷം നമുക്ക് തേങ്ങയുടെ 2ാം പാല് ചേർത്ത് കൊടുക്കാം. ഞാനെടുത്ത തേങ്ങയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു വലിയ സൈസ് ഒരു തേങ്ങ ഫുള്ള് എടുത്തതാണ്. അതിൽ ഏകദേശം 1 ഗ്ലാസ്സോളം 2ാം പാല് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇത് നമുക്ക് നന്നായിട്ട് തിളയ്ക്കണം. ഇത് കുറച്ച് തീ കൂട്ടി വെച്ച് വേണം ചെയ്യാൻ, കാരണം നമുക്കിതൊന്ന് തിളച്ച് കുറച്ചൊന്ന് വറ്റണം, ഇല്ലെങ്കിൽ കൂടുതൽ നല്ല വെള്ളം പോലെ ആയിപ്പോവും. അതുകൊണ്ട് തീ കൂട്ടി വെച്ചിട്ട് തന്നെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ഇതിലേക്ക് ഞാൻ ഏകദേശം ഒരു 4 പീസോളം ഏലക്ക ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഏലക്ക പൊടിയാണ് ചേർക്കേണ്ടത്, ഞാൻ ഏലക്കയാണ് ചേർത്ത് കൊടുത്തത്. ഏകദേശം ഒരു 6ഓളം ഏലക്ക ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാൻ ചൗവരിയും കൂടി ചേർത്തിട്ടുണ്ട്. ചൗവരി അത്യാവശ്യം നല്ല രീതിയിൽ വേവിച്ചെടുത്തത് ഒരു 50 ഗ്രാം കണക്കാക്കി മതിയാവും. വേവിച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതുകൂടി ചേർത്താലേ നമുക്ക് നല്ല രീതിയിൽ കിട്ടുള്ളൂ, കട്ടിക്ക് കുറുകിയൊന്ന് വരുള്ളൂ. ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് തീരെ വെള്ളം പോലെ ആയിപ്പോവും, അത് കൊള്ളില്ല, അത് നന്നായിട്ട് വരില്ല. അതുകൊണ്ട് നമ്മൾ ചൗവരിയും കൂടി ചേർത്ത് കൊടുക്കണം. ചൗവരി ചേർത്തത് എനിക്ക് എടുക്കാൻ പറ്റിയില്ല, അതിനുശേഷം ഞാൻ ചേർത്തതൊന്നും എടുക്കാൻ പറ്റിയില്ല. എന്നാലും എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ചൗവരി നമ്മൾ ചേർത്ത് നന്നായിട്ട് ഇളക്കി അതൊന്ന് കുറുകി വരുന്നത് വരെ ഇളക്കി കൊടുക്കണം. ഇത് നന്നായിട്ട് തിളച്ച് ഒന്ന് കുറുകി വരുമ്പോഴത്തേക്കും നമുക്ക് 1ാം പാലും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 1ാം പാല് ചേർത്തതും എടുക്കാൻ പറ്റിയില്ല, അപ്പോൾ 1ാം പാലും കൂടി ഞാൻ ഏകദേശം ഒരു 3/4 ഗ്ലാസ് 1ാം പാലാണ് ചേർത്ത് കൊടുത്തത്. ചേർത്ത് ഇതൊന്ന് തിളച്ച് ജസ്റ്റ് ഒന്ന് തിളച്ചാൽ മതി. 1ാം പാല് അധികം ഇട്ട് നമ്മൾ തിളപ്പിക്കേണ്ട, ജസ്റ്റ് ഒന്ന് തിളച്ച് കിട്ടുമ്പോഴേക്കും നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോഴേക്കും നല്ല അടിപൊളി പഴം പായസം റെഡിയാവും. നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് തണുത്തതിന് ശേഷം വിളമ്പാം. ഇതിൽ നിങ്ങൾക്ക് മധുരം കറക്റ്റായില്ല, കുറവാണ് എന്ന് തോന്നുവാണെങ്കിൽ നമുക്ക് ആവശ്യത്തിന് ഇതിനനുസരിച്ച് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. നിങ്ങളുടെ ആവശ്യം മധുരത്തിനനുസരിച്ചിട്ട് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പഴം പായസം റെഡി.